മുൻവിധികളെപ്പോലും പൊളിച്ചെഴുതുന്ന ചില നിമിഷങ്ങളുണ്ട്. മറ്റൊരു ഗെയിമിനും അവകാശപ്പെടുവാൻ സാധിക്കാത്ത ഫുട്ബോളിൽ മാത്രം കണ്ടുവരുന്ന ഒന്ന്. അങ്ങനെ ഒന്നിനെയാണ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ലോകം ഇന്ന് സാക്ഷിയായത്. എതിരില്ലാത്ത 3 ഗോളിന് റയൽ മാഡ്രിഡ് ഇംഗ്ലീഷ് ഫുട്ബോളിനോട് തോറ്റു നിൽക്കുന്ന കാഴ്ച അപൂർവങ്ങളിൽ അപൂർവമായതിനാൽ തന്നെ അതങ്ങനെ വേണ്ടുവോളം ആസ്വദിക്കുവാനും മടിച്ചില്ല. അത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ കണ്ട ഏറ്റവും മികച്ച 2 ഫ്രീക്കുകൾ ഉൾപ്പെടുന്ന രണ്ടാം പകുതിയിലെ അവിശ്വസനീയമായ നിമിഷങ്ങൾ ചാമ്പ്യൻസ് ലീഗ് രാത്രിയെ ഒരു മാന്ത്രിക രാത്രിയായി മാറ്റുകയായിരുന്നു. റൈസിൻ്റെ കരിയറിലെ തന്നെ ആദ്യ 2 ഗോളുകൾക്ക് എമിറേറ്റ്സിൽ മാഡ്രിഡിൻ്റെ കഥ അക്ഷരാർത്ഥത്തിൽ തീരുകയായിരുന്നു. ഒന്ന് നിലനിൽക്കുന്ന ചരിത്രം അതേപടി നിലനിർത്തുവാൻ ഗണ്ണേഴ്സ് തലേ ദിവസം മുതൽ ആസൂത്രണം ചെയ്യുമ്പോൾ, മറുവശത്ത് തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത റയൽ മാഡ്രിഡ് ജനറേഷൻ എന്നാണ് പലരും പാടി നടന്നത്. പക്ഷേ മനക്കോട്ടകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. റയൽ മാഡ്രിഡ് വലിയൊരു ചരിത്ര ദുരന്തത്തിന് ഇരയാകുകയായിരുന്നു. ഇടയ്ക്കിടെ ഞാനും ആവർത്തിക്കുന്ന ഒരു ചൊല്ലുണ്ട്, ഇത് റയലിൻ്റെ ലീഗല്ലേ എന്ന്. എന്നാൽ ആർസണൽ ആ വാക്കിന് വെറും വാക്കിന് വില പോലും നൽകിയിരുന്നില്ല. തുടക്കം മുതൽ റയലിൻ്റെ 6 യാർഡിലേക്ക് സാക്കയിലൂടെയും മാർട്ടിനെല്ലിയിലൂടെയും ആർസണൽ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. കോട്ടാവെ എന്ന ഗോൾ കീപ്പറുടെ രക്ഷപ്പെടുത്തലുകൾ ഇല്ലാതിരുന്നുവെങ്കിൽ സ്കോർ ബോർഡിൽ റയലിന് ചിതിയൊരുക്കാനുള്ള എത്ര ഗോളുകൾ ഉണ്ടാകുമായിരുന്നു. എംബും വിനിയും റോഡ്രിഗയുമെല്ലാം ഇംഗ്ലീഷ് ഫുട്ബോളിന് മുന്നിൽ കവാത്ത് മറന്നതുപോലെ നിൽക്കേണ്ടി വന്നു. ഇടയ്ക്കിടെ എവിടെയോ ചില മിന്നാട്ടങ്ങൾ മാറ്റി നിർത്തിയാൽ അവർ ഈ കഥയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആകെ എടുത്തു പറയാനുള്ളത് കാമോങ്കയും കോട്ടോവയും മാത്രം. ആ 2 ഗോളോടുകൂടി ക്ലൈമാക്സ് ഏറെക്കുറെ ഊഹിക്കാമായിരുന്നു. എന്നാൽ ആൻസലോട്ടിയുടെ തീരുമാനങ്ങൾ പിഴച്ച എമിറേറ്റ്സിൽ 75-ാം മിനിറ്റിൽ മരിനോയും ഗോൾ നേടുന്നതോടുകൂടി ആദ്യപാദം ആർസണൽ തങ്ങളുടേതാക്കി മാറ്റുകയായിരുന്നു. എമിറേറ്റ്സ് സ്റ്റേഡിയം ആഘോഷത്തിൻ്റെ കൊടുമുടിയിലാണ്. 15 തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായി ഇത് തങ്ങളുടെ ലീഗാണെന്ന് കണക്കുകളും വസ്തുതകളും വരെ നിരത്തി സീൽ ചെയ്യാൻ ശേഷിയുള്ള ഒരു ടീമിനെ ഇന്ന് ഞങ്ങൾ വീഴ്ത്തിയിരിക്കുന്നു. തുടർച്ചയായി 5-ാം തവണയും UCL സെമിഫൈനലിലേക്ക് പ്രവേശനം കാത്തു നിൽക്കുന്നവർക്ക് ആദ്യപാദത്തിൽ തന്നെ അതത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഞങ്ങൾ സന്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ ബോധത്തോടുകൂടി അവർ ആഘോഷങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ റെഡ് കാർഡ് നേടി പുറത്തേക്ക് പോകുന്ന കമോങ്കയെ കൈകൊണ്ട് ടാറ്റ പറഞ്ഞു പോലും യാത്രയാക്കുന്ന ആർസണൽ ആരാധകരെ കാണാമായിരുന്നു. എന്നാൽ ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ. അടുത്ത കാല ചരിത്രങ്ങൾ പോലും ചികഞ്ഞങ്ങ് ചെന്നാൽ പലതും നിങ്ങൾക്ക് ദർശിക്കാനാകും. അതുകൊണ്ട് തന്നെ ബെർണാബ്യൂവിലെ 2ാം പാദ മത്സരഫലം എന്താണെന്നറിയും വരെ ആഘോഷിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ഇത് ചലഞ്ചുകൾ സ്വീകരിക്കുന്ന റയൽ മാഡ്രിഡാണ്. ഞങ്ങളിവിടെ 60,000 പേരുണ്ട്. ഇവിടെ വന്ന് റയൽ എങ്ങനെ വിജയിച്ചു പോകാനാണ്? മത്സരത്തിന് മുൻപ് ആർസണൽ മാനേജറുടെ വാക്കുകളാണിവ. അത് അയാൾ ശരിയാണ്. എമിറേറ്റ്സിൽ റയൽ ഇതിനോടകം തന്നെ വീണ് കഴിഞ്ഞിരിക്കുന്നു. മത്സരം കഴിഞ്ഞ് മടങ്ങുന്ന റയലിനും ആരാധകർക്കും ബെർണാബ്യൂവിൽ കാത്തിരിക്കാമെന്ന് അയാളോട് പറയാം. അതിനുള്ള മറുപടി ഒരുപക്ഷെ ഏർറ്ററ്റ ഇങ്ങനെയാകും നൽകുക, നിങ്ങൾ ഞങ്ങളുടെ പകുതി അഭ്യാസമേ കണ്ടിട്ടുള്ളൂ എന്ന്.